dears and welcome to a new video. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വെബ്സൈറ്റ് പരിചയമുണ്ടോ? ദിസ് ഈസ് നത്തിങ് ബട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ റിലീസ് ചെയ്തിട്ടുള്ള പുതിയ വെബ്സൈറ്റ് ആണ് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പം കുറേ പേര് പറയുണ്ടായി ഞാൻ ഇൻഡെക്സ് മാർക്കിന്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഇട്ടിരുന്നു, എങ്ങനെയാണ് നിങ്ങൾ ഓപ്ഷൻസ് കൊടുക്കേണ്ടതെന്ന്. അപ്പം അതിൽ നമ്മൾ പറഞ്ഞ വെബ്സൈറ്റ് ഇപ്പോൾ കിട്ടുന്നില്ല എന്ന് കുറേ പേര് പറയുണ്ടായി. അപ്പം എന്താന്ന് വെച്ചാൽ മെയിൻ്റനൻസ് ആയിരുന്നു സൈറ്റിൻ്റെത്. ഇപ്പോൾ പുതിയ സൈറ്റ് റിലീസ് ചെയ്തിട്ടുണ്ട്. സൈറ്റ് അഡ്രസ്സ് ഞാൻ പറഞ്ഞുതരാം. admissions.uoc.ac.in. ഓക്കെ, www.admission.uoc.ac.in. അപ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പുതിയ വെബ്സൈറ്റ്. സോ ദിസ് ഈസ് ദ ന്യൂ വെബ്സൈറ്റ് ഫോർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അഡ്മിഷൻ ഡീറ്റെയിൽസ് റിലേറ്റ് ചെയ്തിട്ടുള്ള വെബ്സൈറ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ അഡ്മിഷനും ഒരു കുടക്കീഴിൽ എന്നൊക്കെ പറയില്ലേ, പുതിയ രൂപത്തിലും ഭാവത്തിലൊക്കെ വന്നിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. ഓക്കെ, ഇവിടെ യു ജി അഡ്മിഷൻ്റെ ഹൈലൈറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. യു ജി അഡ്മിഷൻ 2021 വിൽ സ്റ്റാർട്ട് സൂൺ. അതുപോലെ തന്നെ പി ജി ക്യാപ്പും ബി എഡും അഫ്സലുൽ ഉലാമ ഡീറ്റെയിൽസും എല്ലാം ഈ വെബ്സൈറ്റിൽ വരുന്നതിനനുസരിച്ച്, അതായത് അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ കുറേ ഓപ്ഷൻസ് ഒക്കെ ഇവിടെ ആക്റ്റീവ് ആവാനായിട്ട് വരുന്നുണ്ട്. യു ജി, പി ജി, എൻട്രൻസ് ബേസ്ഡ്, ബി എഡ്. അപ്പോൾ കുറച്ചും കൂടി എളുപ്പമായി നമുക്ക് ഓരോന്നും സെർച്ച് ചെയ്യാനും. അപ്പോൾ വളരെ ഒരു യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്. എനിക്ക് പേഴ്സണലി ഈ വെബ്സൈറ്റ് വളരെ ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ അല്ലാത്ത ഡയറക്ടറേറ്റ് ഓഫ് അഡ്മിഷൻ്റെ മുന്നേ വെബ്സൈറ്റിൽ ഓരോ കോഴ്സിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അന്വേഷിച്ച് പോകണം, യു ജി എവിടെയാണ്, പി ജി എവിടെയാണെന്നുള്ളതൊക്കെ. ഈ വെബ്സൈറ്റിൽ അതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ തന്നെ അവൈലബിൾ ആണ്. ഓരോന്നിനും പിന്നെ ഇതാ പ്രസ് റിലീസ്, നോട്ടിഫിക്കേഷൻ, പ്രോസ്പെക്ടസ് എല്ലാ ഡീറ്റെയിൽസും ഹൈലൈറ്റ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് വെബ്സൈറ്റിൽ തന്നെ. ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പം ഈ വീഡിയോ ചെയ്തത് ഈ വെബ്സൈറ്റ് ഒന്ന് പരിചയപ്പെടുത്താനും, പിന്നെ ഇനി ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ കോഴ്സസ്, കോളേജസ്, ഇൻഡെക്സ് മാർക്കിംഗ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യേണ്ടത്. ഇപ്പം യു ജി അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പം വിത്തിൻ എ ഫ്യൂ ഡേയ്സ്, 2-3 ഡേയ്സ് യു ജി അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് യു ജി അഡ്മിഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പം അതിനു മുന്നേ നമ്മൾ ഒരു പ്രയോറിറ്റി ഓർഡർ തയ്യാറാക്കാനായിട്ട് പറഞ്ഞിരുന്നു. അത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്താണ് ആ ഒരു ഐഡിയ എന്ന് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ആ വീഡിയോൻ്റെ ഡീറ്റെയിൽസ്, അതായത് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം, അതേപോലെ ഐ ബട്ടണിലിടാം. അപ്പം നിങ്ങൾ ആ ഒരു വീഡിയോ പോയി കാണുക. എങ്ങനെയാണ് ഇൻഡെക്സ് മാർക്കിംഗ് കാര്യങ്ങൾ, നിങ്ങൾ എങ്ങനെയാണ് ഓപ്ഷൻസ് കൊടുക്കേണ്ടത്, ഏത് രീതിയിൽ ഓപ്ഷൻസ് കൊടുത്താലാണ് നിങ്ങൾക്ക് സീറ്റ് ഉറപ്പാക്കുക എന്നുള്ള ഒരു കാര്യമാണ് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോയിൽ വെച്ചിട്ട് നമ്മൾ എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിങ് റൂൾസും കോഴ്സസും കോളേജസും ഒക്കെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനാണ് ഈ വെബ്സൈറ്റിലാണ് നിങ്ങൾ ആ കോഴ്സും കോളേജും എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ടോപ്പിൽ ഇവിടെ കാണാം കോഴ്സസ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ അവൈലബിൾ ആണ്. ഇതൊക്കെ ആക്റ്റീവ് ആണ് ഈ ഓപ്ഷൻസ് ഒക്കെ. അപ്പോൾ കോഴ്സസ് എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോഴ്സ് ഡീറ്റെയിൽസ് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പം കോഴ്സസ് ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ സെലക്ട് യുവർ കോഴ്സ്, അങ്ങനെ യു ജി പ്രോഗ്രാം, ദെൻ സെലക്ട് യുവർ പ്രോഗ്രാം. ഇപ്പോൾ ഏത് കോഴ്സാണ്, അപ്പോൾ ബാച്ചിലർ ഓഫ് സോഷ്യൽ വർക്ക്, ഓക്കെ, സോറി, ദെൻ സെലക്ട് യുവർ ഡിസ്ട്രിക്റ്റ്, കോഴിക്കോട്. ഇനി സെർച്ച് കൊടുക്കാം. അപ്പം ആ ഒരു ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സസ്, ഏതൊക്കെ കോളേജിലാണ് BSW ഉള്ളത് എന്നുള്ള കോഴ്സ് ഡീറ്റെയിൽസ് ഇവിടെ പറയുന്നതായിരിക്കും. സെൽഫ് ഫിനാൻസിങ് ആണ്. ഇൻടേക്കും കാര്യങ്ങളും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ട് വരും. ഈ രീതിയിലാണ് നമ്മൾ വിചാരിക്കുന്ന കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന കോളേജിൽ ഏതൊക്കെ കോഴ്സസ് ആണ് ഉള്ളത് എന്നുള്ളത് ഈ രീതിയിലാണ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ അടുത്തുള്ള ഒരു കോളേജിൽ ഏതൊക്കെ കോഴ്സസ് അവർ ഓഫർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കുന്ന ഈ ഒരു കോഴ്സ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ആ കോളേജിലുണ്ടോ, അല്ലെങ്കിൽ അത് എവിടെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് ആദ്യം നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്. പിന്നെ വരുന്നത് എലിജിബിലിറ്റി ആൻഡ് ഇൻഡെക്സിങ് ആണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കോഴ്സിൻ്റെയും എലിജിബിലിറ്റി ഡീറ്റെയിൽസ് ഇവിടെ, ഇൻഡെക്സ് മാർക്കും ഡീറ്റെയിൽസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്കിപ്പം ഓൾ കോഴ്സസിൻ്റെ ഡീറ്റെയിൽസ് ഒന്നിച്ച് ആണ് ഇപ്പം നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇതാ എല്ലാ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ അണ്ടറിലുള്ള എല്ലാ യു ജി കോഴ്സസിൻ്റെ ഡീറ്റെയിൽസും ഇപ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു കോഴ്സ് സെലക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, BSc ബോട്ടണി സെലക്ട് ചെയ്തു. അപ്പോൾ BSc ബോട്ടണിയിലെ എലിജിബിലിറ്റിയും ഇൻഡെക്സ് മാർക്കിങ്ങും ടൈ ബ്രേക്ക് വന്നാൽ എന്താണ്, ടൈ ബ്രേക്ക് സിസ്റ്റംസ് എന്തൊക്കെയാണ് എന്നുള്ള ഡീറ്റെയിൽസും ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നിങ്ങൾ
ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പം ടോട്ടൽ മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ പാർട്ട് 3 പ്ലസ് മാർക്സ് ഒബ്റ്റെയിൻഡ് ഇൻ ബയോളജി ഓർ ബോട്ടണി. അങ്ങനെയാണ് ഇൻഡെക്സ് മാർക്ക് BSc ബോട്ടണിക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ മാർക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നിങ്ങൾ അഡ്മിഷൻസ് വരിക. എലിജിബിലിറ്റി എന്ന് പറയുന്നത് HSC ഓർ എനി CBSE ഓർ സംതിങ് +2 ബോർഡാണ് വരുന്നത്. ടൈ ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഒരേ ഇൻഡെക്സ് മാർക്കിൽ കുറേ സ്റ്റുഡൻസ് വരികയാണെങ്കിൽ പിന്നെ എന്ത് ക്രൈറ്റീരിയ യൂസ് ചെയ്തിട്ടാണ് അവരെ കാറ്റഗറൈസ് ചെയ്യുക എന്നുള്ളതാണ് ടൈ ബ്രേക്കിംഗ് എന്ന് പറയുന്നത്. ടൈ ബ്രേക്ക്. അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ മെയിൻ സബ്ജക്റ്റിന്റെ മാർക്സ് കൂടുതലുള്ള ആൾ മുന്നിൽ വരും. പിന്നെ അത് കഴിഞ്ഞാൽ സബ്സിഡറി അല്ലെങ്കിൽ കോംപ്ലിമെന്ററി കോഴ്സസിന്റെ മാർക്സ് ആയിരിക്കും കൺസിഡർ ചെയ്യുക. അങ്ങനെ കുറച്ച് ഓർഡേഴ്സ് ഉണ്ട്. അതാണ് ടൈ ബ്രേക്ക്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഇനി യു ക്യാൻ മൂവ് ഓൺ ടു ദിസ് വെബ്സൈറ്റ്. സോ നല്ല ബ്യൂട്ടിഫുൾ വെബ്സൈറ്റ് അല്ലേ? ഹൗ ഡു യു ഫീൽ? ഈ വെബ്സൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ആൻഡ് ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ജസ്റ്റ് ഈ ഇൻഫർമേഷൻ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. സോ യു ക്യാൻ സീ ഹിയർ ബ്യൂട്ടിഫുൾ ക്യാമ്പസ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പാർക്കും ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ക്യാമ്പസ് തന്നെയാണ്. ലാർജ് ഏരിയ ഉണ്ട്. അപ്പം അടിപൊളിയാണ്. ഓക്കെ, സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അതേപോലെ ഇനി അടുത്തതായിട്ട് ഞാൻ എന്ത് വീഡിയോ ചെയ്യണം എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. So take care. Thank you.